രാത്രിയിലെ മുടി സംരക്ഷണം എന്ന് പറഞ്ഞ വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. യൂട്യൂബിൽ അത് 2.7 മില്യൺ ആളുകളാണ് കണ്ടത് കേട്ടോ. അതുപോലെ യൂട്യൂബിൽ ഇൻസ്റ്റയിൽ 1 മില്യൺ അടുത്ത ആളുകളും കണ്ടു. ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ളത്, ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം, നമുക്ക് ഏതെങ്കിലും ഒരു വീഡിയോ ക്ലിക്കായി കഴിഞ്ഞാൽ അതിൽ ഒരുപാട് നെഗറ്റീവ്സ് വരും, ഒരുപാട് പോസിറ്റീവ്സ് വരും. ശരിയാണ്. ഈ ഒരു വീഡിയോയിൽ ഞങ്ങൾ ചെറുപ്പം തൊട്ടിട്ട് ചെയ്യുന്ന മെത്തേഡാണ് പറയുന്നത്. മുടി മേപ്പെട്ട് കെട്ടിവെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പവും ഉണ്ടാവാറില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും പറയുന്ന കാര്യം എന്താ വെച്ചാൽ, എല്ലാവരും അല്ല കേട്ടോ, കുറച്ച് പേര് മുടി ഇങ്ങനെ കെട്ടിവെച്ചാൽ തല വേദനിക്കും, അതുപോലെ തന്നെ കഴുത്ത് വേദനിക്കുന്നു. പക്ഷേ ഞാനാണെങ്കിലും മോളാണെങ്കിലും ആർക്കും ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. കാരണം അങ്ങനെ അങ്ങോട്ട് നമ്മൾ അമർത്തിയിട്ടും ടൈറ്റായിട്ടും അല്ലല്ലോ കെട്ടുക. നന്നായി മുടി വേറെടുത്തിട്ട് അത് ഒരു ബണ്ണ് വെച്ചിട്ട് അങ്ങോട്ട് കെട്ടുകയാണ് വേണ്ടത്. അത് അത്യാവശ്യം ലൂസിൽ വേണം കെട്ടാൻ, അല്ലാണ്ട് നല്ല ടൈറ്റിൽ ഇങ്ങനെ കയറ് പിടിച്ച് വലിച്ചിട്ടൊന്നല്ല കെട്ടുക. നമ്മൾ നല്ലപോലെ കെട്ടിക്കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് വേദനിക്കൊന്നും ചെയ്യില്ല. അപ്പോൾ ആരൊക്കെയോ പറഞ്ഞാൽ ആ കുട്ടീനെ കണ്ടറിയാതെ വേദനിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, അവൾ വേദനിക്കുന്നുണ്ടെങ്കിൽ അവൾക്ക് വേദനിക്കുന്നു എന്ന് പറയാനുള്ള ചോയ്സ് ഉണ്ട്. അതൊന്നും ഒരു പ്രശ്നമല്ല. വേദനിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ലൂസായിട്ടല്ലേ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഇങ്ങനെ മുടി കെട്ടിയാൽ വളരെ നല്ലതാണ്. മുടിക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല, മുടി കേടും വരില്ല, ഒന്നും വരില്ല കേട്ടോ. മുടി ഇങ്ങനെ കെട്ടിക്കൊണ്ട് വളരും എന്നൊന്നും ഞാൻ അതിൽ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, മുടി ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞിട്ട് രാത്രി ഇങ്ങനെ കെട്ടിയിട്ട് കിടന്നു കഴിഞ്ഞാൽ രാവിലെ എണീറ്റിട്ട് നമ്മൾ കുളിക്കുന്നതിൻ്റെ മുന്നേ മുടിയൊക്കെ അഴിക്കുമ്പോൾ ഒരു തിക്നെസ് പോലെ ഫീൽ ചെയ്യും. അത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് ഞാൻ മുടി വളരും എന്നൊന്നും ഞാൻ അതിൽ പറഞ്ഞിട്ടില്ല. ഞാൻ ഇല്ലാത്ത കാര്യങ്ങളൊന്നും ഉണ്ടാക്കി പറയണ ആളല്ല. സത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അതിൽ പറഞ്ഞത്. പിന്നെ മുടി ഓയിൽ തേച്ചിട്ടൊന്നുമല്ല കേട്ടോ മുടി ഇങ്ങനെ കെട്ടിക്കൊടുക്കുക. നിങ്ങളൊന്ന് മനസ്സിലാക്കൂ, ഓയിൽ തേച്ചിട്ട് ആരെങ്കിലും രാത്രി കിടക്കുമോ? ഞങ്ങളൊന്നും അങ്ങനെ ചെയ്യില്ല കേട്ടോ. മുടി തലേ ദിവസം എണ്ണ തേച്ചിട്ട്, അല്ലെങ്കിൽ രാവിലെ നന്നായി എണ്ണ തേച്ചിട്ട് കഴുകി കളഞ്ഞിട്ടൊക്കെയാണ് മുടി നമ്മളിങ്ങനെ ഉണങ്ങിയ ശേഷം മാത്രമേ കെട്ടാൻ പാടുള്ളൂ. അല്ലാണ്ട് മുടി കെട്ടിയാൽ കായ വരും. ഒരുപാട് പേർക്ക് അറിയുന്നതായിരിക്കും, മുടി ഉണങ്ങാതെ കെട്ടിക്കഴിഞ്ഞാൽ മുടിയിൽ കായ എന്ന് പറഞ്ഞ സംഭവം വരും. വളരെ വൃത്തികേടാണ് അതൊക്കെ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എപ്പോഴും മുടി ഉണങ്ങിയിട്ട് വേണം മുടി എപ്പോഴും ഇങ്ങനെ മേപ്പെട്ട് കെട്ടിക്കൊടുക്കാൻ. ഒരിക്കലും പുറത്ത് പോവുക എന്ന് വിചാരിച്ചിട്ട് മുടി ഇങ്ങനെ മുടഞ്ഞിട്ടിട്ടൊന്നും, ഈറനോടെ മുടഞ്ഞിട്ടിട്ടൊന്നും പോവാതിരിക്കുക. അങ്ങനെയൊക്കെ ശ്രദ്ധിക്കാതെ പോകുമ്പോഴാണ് മുടിക്കൊക്കെ പ്രശ്നങ്ങൾ വരുന്നത്. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇനി ഹെയർ കെയർ ടിപ്പ് എന്തെങ്കിലും മോളുടെ ചെയ്യുന്നുണ്ടോയെന്ന്. ഇപ്പോൾ വെക്കേഷനായി, അവളുടെ സ്കൂളൊക്കെ പൂട്ടി. അപ്പോൾ ഞങ്ങൾ ഇനി കുറച്ച് ഹെയർ കെയർ ടിപ്സ് ഞങ്ങൾക്ക് പറ്റുന്ന പോലെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ചെയ്യുന്ന ഹെയർ കെയർ ടിപ്സാണ് നിങ്ങൾക്ക് കാട്ടിത്തരുന്നത്. അത് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ ആയിരിക്കും. അപ്പോൾ ഞങ്ങളത് ചെയ്യുമ്പോൾ നിങ്ങൾ അത് പറ്റുന്ന പോലെ ഞങ്ങൾ ചെയ്ത് നോക്കുക. പിന്നെ ചെറിയ ചെറിയ ടിപ്പുകൾ എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ മുടി രാത്രി കെട്ടുക, പിന്നെ മുടിയുടെ തുമ്പ് ഇടയ്ക്കിടയ്ക്ക് വെട്ടിക്കൊടുക്കുക. വളരുമ്പോൾ കേട്ടോ, ഇടയ്ക്കിടയ്ക്കെന്ന് പറയുമ്പോൾ അല്ല, വളരും തോറും മുടി ഇങ്ങനെ നല്ല നീളം വെക്കേണ്ടത് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ വെട്ടിക്കൊടുക്കുക കേട്ടോ. പിന്നെ നന്നായി വേറെടുക്കുക. തലയിൽ ഈരും പേനൊന്നും നിറയാതെ നോക്കുക. ഈരും പേനൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് എടുക്കാൻ ശ്രമിക്കുക. ഈ പേ മാത്രം എടുത്തിട്ട് ഈര് മാത്രം തലയിൽ വെക്കുക, അങ്ങനെ ഒന്നും ചെയ്യരുത്. ഞങ്ങളിവിടെ തലയൊക്കെ എപ്പോഴും ക്ലീൻ ആക്കും കേട്ടോ. സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ, പേനൊക്കെ തലയിൽ വരും. അത് ആരുടെയും അങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മളത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, വീട്ടുകാരത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. അവളുടെ മുടിയിൽ അങ്ങനെ പേനൊന്നും നിറയില്ല. നിറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു പേനായിട്ട് വന്ന് തല ചൊറിയണ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാനും അമ്മയും മാറിയിട്ടായിരിക്കും അവളുടെ തല നോക്കുക കേട്ടോ. അതിൽ ഞങ്ങൾ ഭയങ്കര എക്സ്പേർട്ടാണ്. കാരണം തല എപ്പോഴും ക്ലീനായിട്ട് വേണം വെക്കാൻ. അത് ഈരും പെയിനും ഉള്ള തലയൊന്നും നന്നല്ല, അത് നമ്മൾ ക്ലീൻ ആക്കണം. അത് നമ്മുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ ഇത്രയുമാണ് ഞാൻ മുടി സംരക്ഷണത്തെ കുറിച്ചിട്ട് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരുപാട് പേര് ആ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്തു. ഒരുപാട് പേര് നല്ല കമൻസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഏതൊരു വീഡിയോയ്ക്ക് നെഗറ്റീവും ഉണ്ടാവുമല്ലോ, അത് നമ്മൾ സ്വീകരിക്കണം. അപ്പോൾ ചിലരുടെ ഡൗട്ടുകളായിരുന്നു, ഇതിങ്ങനെ കെട്ടിയാൽ വേദനിക്കുമെന്ന്. അപ്പോൾ ഞാൻ പറയുകയാണ്, ഇങ്ങനെ കെട്ടിയാൽ വേദനിക്കില്ല. വേദനിക്കാത്ത രീതിയിൽ വേണം നിങ്ങൾ കുട്ടികൾക്ക് കെട്ടിക്കൊടുക്കാൻ. അപ്പോൾ ഓക്കെ, ബൈ.